ഹലോ, ഹായ്. വിനിഷ. ഹസീബ്. ഹസീബ് എന്ന് പറയുന്നത് ദയാ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ CEO ആണ്. നമുക്ക് ഹസീബിനോട് ചോദിച്ചറിയാം ഈ ദയാ ഗ്രൂപ്പിൻ്റെ സക്സസ് റണ്ണിങ് സ്റ്റോറീസ്. തൃശ്ശൂരിൽ ഹോസ്പിറ്റൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി ഫെസിലിറ്റീസ്, 300 ബെഡുകളടക്കമുള്ള ഫെസിലിറ്റീസ് അടക്കുന്നു. ഒത്തിരി പേർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ ഒരു സക്സസ് റണ്ണിങ് സ്റ്റോറി പറഞ്ഞു തുടങ്ങാം നമുക്ക്. അതെ, ഞങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു 25 ഇയേഴ്സ് മുമ്പാണ്. ഡോക്ടർ അബ്ദുൽ അസീസാണ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ 3 ഹോസ്പിറ്റലുണ്ട്. 300 ബെഡ് ഹോസ്പിറ്റലാണ്. പിന്നെ പാലക്കാടുണ്ട്, കുന്നംകുളത്തുണ്ട്. എല്ലാം കൂടെ 500 ബെഡ്സാണ് മൊത്തം നമ്മൾ ഉള്ളത്. ഏകദേശം 1500 എംപ്ലോയീസിനെ ഡയറക്റ്റ്ലി എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇൻഡയറക്റ്റ്ലി ഒരു 1500 ആൾക്കാരും കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സക്സസ് റണ്ണിങ് സ്റ്റോറി ഇവിടെ വന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ആവശ്യകത എന്തായെന്നുള്ളതെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റിൽ വന്നിട്ട് ഹസീബിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്തേക്ക് ഹസീബ് കടക്കുകയാണ്. ഹസീബിൻ്റെ ഹോസ്പിറ്റൽ കെയർ ഗ്രൂപ്പ് അല്ലേ, ഹോസ്പിറ്റൽ കെയർ സെക്ടറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹസീബിൻ്റെ ദയാ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് നടത്തുന്നു. 300 കോടി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ 500 കോടി 500 കോടി പ്ലാൻ ചെയ്യുന്നു. 500 കോടി പ്ലസ് ആണ് അല്ലേ? അതെങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ഒരു പ്ലാൻ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് കെയറിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു 5 ഇയേഴ്സിൽ 500 crores ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാൻസർ സെൻറ്റർ, അഡ്വാൻസ് ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് സെൻ്ററാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററും കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു 4 ഇയേഴ്സിനുള്ളിൽ ഒരു മെറ്റേണിറ്റി സെൻറ്റർ വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു 2 ഹോസ്പിറ്റലും കൂടെ അക്വയർ ചെയ്ത് റൺ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 500 ബെഡ്, ഒരു 600 ബെഡ് കൂട്ടി ഒരു 1100 ബെഡിൽ എത്തിക്കണം എന്നാണ് അടുത്തൊരു 5 ഇയേഴ്സിൽ പ്ലാൻ ചെയ്യുന്നത്. അതിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. ഒരു 50-60% ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കുറച്ചൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അത് ഓൾറെഡി അപ്രൂവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ് സ്റ്റോറി പറഞ്ഞപ്പോൾ നിരവധി പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കറിയേണ്ടത്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് അറിയേണ്ടത് തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വന്ന വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ, സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ എത്രത്തോളം തൊഴിൽ സാധ്യതയാണ് മുന്നിലുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 3000 ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ജോലി ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു 2500 ആൾക്കാരും ഡയറക്റ്റ്ലി എംപ്ലോയ് ചെയ്യും. അതുകൂടാതെ തന്നെ അത്രയും തന്നെ ആൾക്കാർ ഇൻഡയറക്റ്റ്ലി എംപ്ലോയിഡ് ആവും. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സാണ് ഒരു സെറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, പക്ഷേ അത് എണ്ണത്തിൽ കുറവായിരിക്കും. അതുകൂടാതെ കുറേ നഴ്സസ് ഉണ്ടാവും. ഒരു 50% മാൻ പവർ നഴ്സസ് ആയിരിക്കും. ഇത് കൂടാതെ തന്നെ പല അറ്റൻഡേഴ്സ് കാറ്റഗറിയിലുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, പിന്നെ പാരാമെഡിക്കലുള്ള ആൾക്കാർ. അപ്പോൾ മൊത്തം ഒരു 5000 ആൾക്കാരെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയി ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരെ നമുക്ക് പല കേഡറിലുള്ള ആൾക്കാരെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ തിരിച്ച് നാടുകളിലേക്ക് അവരെ എത്തിക്കാനുള്ള വലിയൊരു ലക്ഷ്യം കൂടി ഉണ്ടല്ലോ, ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഹോസ്പിറ്റൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ഇൻഡസ്ട്രി റൺ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മാൻ പവർ വേണം. അപ്പോൾ അവരെല്ലാം റീറ്റെയിൻ ചെയ്ത് അവരെ നാട്ടിൽ തന്നെ നിർത്തി ഇത് സക്സസ്ഫുള്ളായി റൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രത്യേകിച്ചും ഈ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ നിരവധി വരുന്ന സമയം കൂടിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇന്നോവേറ്റീവ് ഐഡിയാസ് നിങ്ങൾ പുതിയ അപ്കമിങ് പ്രോജക്റ്റിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചുള്ള പ്ലാൻസും തോട്ട്സും ഒക്കെ എങ്ങനെയാണ്? അപ്പം ഓൾറെഡി റോബോട്ടിക് സർജറി ഉണ്ട്. അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. എല്ലാ അഡ്വാൻസ് ടെക്നോളജീസ് എല്ലാം ഓൾറെഡി യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ക്യാൻസർ സെൻറ്റർ, അതൊരു അഡ്വാൻസ് ടെക്നോളജി സെൻറ്ററായി വരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ റിസർച്ച് സെൻറ്റർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ക്യാൻസർ അതൊരു കേരള ഗവൺമെൻറ് പ്രൊജക്റ്റും കൂടെയാണ്. അപ്പോൾ അതിൽ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെക്നോളജിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും വരും. പിന്നെ നമ്മൾ IT ടെക്നോളജിയിൽ നന്നായി ഫോക്കസ് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൽ അത്യാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും നമ്മുടെ ഫോക്കസും നന്നായിട്ട് വരുന്നുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, അപ്പോൾ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്സും അതിനകത്ത് വരുന്നതന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ രംഗത്താണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള മത്സരങ്ങളുണ്ട്, കോമ്പറ്റീഷൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ വൈ ദയാ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ബെസ്റ്റ് ഇൻ ക്വാളിറ്റി, ബെസ്റ്റ് ഇൻ സർവീസ്, ഒരു അഫോർഡബിൾ കോസ്റ്റിൽ കെയർ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അധികം ഹോസ്പിറ്റൽസ് കേരളത്തിലില്ല. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ കാറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു രീതിയിലാണ് പൊസിഷൻ ചെയ്യുക. ആ പൊസിഷനിങ്ങിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 5 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രെയിമിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സക്സസ് സ്റ്റോറി, അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ് സ്റ്റോറിയെ കുറിച്ചാണ്. ഇനി വരാനിരിക്കുന്നത്
വരാനിരിക്കുന്ന സക്സസ് സ്റ്റോറി ആയിരിക്കട്ടെ നെക്സ്റ്റ് ഫ്രെയിമിൽ വരാനിരിക്കുന്നത്. ഷുവർ, ഓക്കെ. അതായത് നമ്മൾ അടുത്ത കൊല്ലം ഈ ഇവൻറ്റ് ഇതുപോലെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 50-60% ആ സമയത്തോടെ കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം നന്നായി നടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കേരള ഗവൺമെൻറ് വളരെ നമ്മൾ ഈ പ്രൊജക്റ്റായിട്ട് ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററെ സപ്പോർട്ട് ചെയ്തപ്പോൾ വളരെ സപ്പോർട്ടീവായിരുന്നു. KSIDC വളരെ സപ്പോർട്ടീവായിരുന്നു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഈവൻറ്റ് നടക്കുമ്പോൾ നമ്മൾ ഇതിലുള്ള ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിലൊരു പകുതി എംപ്ലോയ്മെൻറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇവൻറ്റിൽ നമുക്ക് ആ സക്സസ് സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു.